This is the continuation of chapter periodic classification of elements. Last class we mental leave classification mode of classification discuss according to mental leave, properties of elements were the periodic function of their atomic masses. Atomic mass in increasing order chemical properties in formula repetition formula repetition ഈ മെൻ്റൽ ലീവ് ക്ലാസിഫിക്കേഷൻ പ്രോസസ്സൊക്കെ നടത്തിയിരുന്നത്. മെൻ്റൽ ലീവിന് മുൻപുണ്ടായിട്ടുള്ള സയൻറ്റിസ്റ്റ് ലൈക്ക് ന്യൂലാൻഡ് പിന്നെ ഡൂബറെയ്നർ പോലെയുള്ള സയൻറ്റിസ്റ്റൊക്കെ ദിസ് സെയിം മോഡ് ഓഫ് പ്രോസസ്സിലാണ് ആറ്റംസിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ അറ്റോമിക് മാസസ്. നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന പീരിയോഡിക് ടേബിൾ, ദാറ്റ് ഇസ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് മോസ്ലെ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇദ്ദേഹം എലമെൻസിനെയൊക്കെ അവരുടെ അറ്റോമിക് മാസസിൻ്റെ ബേസിസിലല്ല അറേഞ്ച് ചെയ്തിരുന്നത്, അതിന് പകരം അറ്റോമിക് നമ്പറിൻ്റെ ബേസിലായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ബാക്കിയുള്ളവരൊക്കെ അറ്റോമിക് മാസിൻ്റെ ബേസിലായിരുന്നെങ്കിൽ ഇദ്ദേഹം അറ്റോമിക് നമ്പറിൻ്റെ ബേസിലായിരുന്നു ആറ്റംസിനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. According to Moseley, properties of elements are the periodic function of their atomic number. അപ്പോൾ നമുക്ക് അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും, ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. കാരണം ഇലക്ട്രോൺസ് എപ്പോഴും കൊടുക്കുന്നതും വാങ്ങുന്നതൊക്കെ ആയതുകൊണ്ട്, ഇങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ നമ്പർ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ന്യൂക്ലിയസിലുള്ള നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ there are 18 vertical columns called groups and 7 horizontal rows called periods. മെൻ്റൽ ലീവിൻ്റെ കേസിൽ നമ്മൾ ഈ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ 18 കോളംസ് ഉണ്ട് ഗ്രൂപ്പ്സ് ആയിട്ട് ആൻഡ് 7 horizontal rows as periods. This is our modern periodic table. അപ്പോൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ സെക്ഷൻ ആയിട്ട് അറേഞ്ച്മെൻറ്റും അതിൻ്റെ പ്രോപ്പർട്ടീസും എങ്ങനെയാണ് പ്രോപ്പർട്ടീസൊക്കെ വേരി ചെയ്യുന്നത്, കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും അവരുടെ അപ്പിയറൻസും സൈസും ഒക്കെ വേരി ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അക്കോർഡിംഗ് ടു ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ എലമെൻറ്റ് പോകുന്നവരും 118 എലമെൻറ്റ്സ് ടോട്ടൽ അപ് ടു ടിൽ ഇയർ ഡിസ്കവർ ആയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 118 എലമെൻറ്റ്സും അവർ അറ്റോമിക് നമ്പറിൻ്റെ ബേസിൽ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുന്ന സമയത്ത് നമ്മുടെ അറ്റോമിക് മാസിൻ്റെ ഒക്കെ കേസിൽ കണ്ട പോലത്തെ ഗ്യാപ്സ് ഒന്നും ഇവർ തമ്മിലില്ല. എന്ന് വെച്ചിട്ടാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 118 വരെയാണ് അറ്റോമിക് നമ്പർ പോകുന്നത്. ഗ്യാപ്സ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ അറേഞ്ച്മെൻറ്റിൻ്റെ കേസിലും അല്ലെങ്കിൽ ന്യൂ എലമെൻറ്റ്സ് എമേർജ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ല. 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ടാണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ കോളത്തിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കുന്നത് അല്ലേ. മൊത്തത്തിൽ 18 ഗ്രൂപ്പ്സ് ആണ്, 18 വെർട്ടിക്കൽ കോളംസ് ആണ് മോസ്ലെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ ഹൈഡ്രജൻ മുതൽ ആ ഗ്രീൻ കളറിൽ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ന് വെച്ചാൽ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ മെറ്റൽസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ മെറ്റൽസ് ആണ് ഫസ്റ്റ് സൈഡിൽ വരുന്ന എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സിഗ്സാഗ് ലൈന് കാണാം. ഈ സിഗ്സാഗ് ലൈൻ എന്തിനാന്ന് വെച്ചിട്ടാണെങ്കിൽ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്സാഗ് ലൈൻ യൂസ് ചെയ്യുന്നത്. സിഗ്സാഗ് ലൈൻ സെപ്പറേറ്റ്സ് ദ മെറ്റൽസ് ഫ്രം ദ നോൺ മെറ്റൽസ്. സിഗ്സാഗ് ലൈനിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് പിങ്ക് കളറിൽ കാണാം. ഈ പിങ്ക് കളറിൽ കാണുന്ന എലമെൻസിനെയൊക്കെ നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയും. ഇങ്ങനെ മെറ്റലോയിഡ് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം ദേ ക്യാൻ ആക്ട് ആസ് എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ. Okay, sometimes they are acting as a metal and sometimes they are acting as a non-metal. അപ്പോൾ മെറ്റാലിക് ക്യാരക്ടറും ഉണ്ട് അവർക്ക്, നോൺ മെറ്റാലിക് ക്യാരക്ടറും ഉണ്ട് അവർക്ക്. അപ്പോൾ മെറ്റലിലും കൂട്ടാൻ പറ്റില്ല, നോൺ മെറ്റലിലും കൂട്ടാൻ പറ്റില്ല. ഇങ്ങനെയുള്ള എലമെൻസിനെയാണ് നമ്മൾ മെറ്റലോയിഡ്സ് എന്ന് പറയുന്നത്. ഈ എലമെൻസ് ആണ് ഈ പിങ്ക് കളറിൽ കാണുന്ന എലമെൻസ് ഒക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ യെല്ലോ കളറിൽ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ പീരിയോഡിക് ടേബിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ യെല്ലോ കളറിലുള്ള കോളത്തിലുള്ള എലമെൻസിനെയാണ് നമ്മൾ നോൺ മെറ്റൽസ് എന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ആ ഭാഗത്തുള്ളതൊക്കെ നോൺ മെറ്റൽസ് ആണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് മെറ്റൽസ്, ഈ മെറ്റൽസിനെയും നോൺ മെറ്റൽസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ദെർ ഈസ് എ സിഗ്സാഗ് ലൈൻ ഓവർ ദർ. ഇങ്ങനെയാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ് നമ്മുടെ അടിയിൽ കൊടുത്തിട്ടുള്ള ആ ടേബിളിലൊക്കെ ഉള്ളത്. 96 എലമെൻറ്റ്സ് ആണ് നാച്ചുറൽ ആയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ്. നമുക്ക് ഗ്രൂപ്പിലും പീരിയഡ്സിലും തമ്മിൽ ഒരുപാട് പ്രോപ്പർട്ടീസിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഫസ്റ്റ് നമുക്ക് വാലൻസ് ഇലക്ട്രോണിൻ്റെ ബേസിസിൽ നോക്കാം. ഈ വാലൻസ് ഇലക്ട്രോണിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് ഗ്രൂപ്പിൽ ചേഞ്ച് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് എന്താണ് ഈ വാലൻസ് ഇലക്ട്രോൺ എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഹൗ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ വേരി അക്രോസ് ദ ഗ്രൂപ്പ്? അക്രോസ് ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ സെയിം. എന്ന് വെച്ചാൽ 18 ഗ്രൂപ്പ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ അതിലുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള ഹൈഡ്രജൻ, ലീത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം, അപ്പോൾ ഈ മെമ്പേഴ്സൊക്കെ എടുത്ത് നോക്കിക്കാണെങ്കിൽ അതിൻ്റെ എല്ലാവരുടെയും വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ദാറ്റ് ഈസ് 1. അപ്പം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻസിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 1 ആണ്. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ദാറ്റ് ഈസ് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം, ഈ 3 എലമെൻറ്റ്സ് എടുത്ത് നോക്കിയാൽ അവരുടെ ഒക്കെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. ഗ്രൂപ്പ് 2 എലമെൻറ്റ്സിൻ്റെ വാലൻസ് ഇലക്ട്രോൺ 2 ആണ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് ആണ്. ഈ ഷെൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആറ്റത്തിൽ സെൻട്രലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് പ്രോട്ടോണും ന്യൂട്രോൺസും ഉള്ളത്. പ്രോട്ടോൺ എന്ന് വെച്ചിട്ടാണെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ, അതുപോലെ ചാർജ് ഒന്നും ഇല്ലാത്ത ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളും ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റം ഈസ് ഇൻ ദി ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ ഒരു ഭൂരിഭാഗം അവരുടെ മാസ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. The electrons are surrounding around the nucleus in its orbit. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗാലക്സി റിസംബിൾ ചെയ്യുന്ന പോലെയാണ്. പ്ലാനറ്റ്സ് ആർ റിവോൾവിങ് അറൗണ്ട് ദ സൺ. അതുപോലെ ഒരു റിസംബ്ലൻസ് വരുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ആറ്റത്തിനുള്ളത്. എന്ന് വെച്ചാൽ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമായിട്ട് ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ അവരുടെ ഷെല്ലിൽ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ അവരുടെ ഷെല്ലിൻ്റെ നമ്പർ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്മൾ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, സെക്കൻഡ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, അങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഈ ഷെല്ലിൻ്റെ നമ്പറിലും ഈ ആറ്റത്തിനൊക്കെ ഈ എലമെൻസിനൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഷെൽസ് ആർ ഇൻക്രീസിങ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഓരോ ഷെല്ല് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഹൈഡ്രജന് 1 ഷെല്ലുള്ളെങ്കിൽ ലീത്തിയത്തിന് 2 ഷെല്ലുണ്ടായിരിക്കും, സോഡിയത്തിന് 3 ഉണ്ട്, പൊട്ടാസ്യത്തിന് 4 ഉണ്ട്. അങ്ങനെ നമ്പർ ഓഫ് ഷെൽസ് ആർ ഇൻക്രീസിങ് ഡൗൺ ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ 2 എണ്ണം പഠിച്ചപ്പോൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ അവരുടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അവരുടെ നമ്പർ ഓഫ് ഷെൽ എന്ന് പറയുന്നത് കൂടി വരും ചെയ്യും. ഇനി നമുക്ക് പീരിയഡ്സ് എടുത്ത് നോക്കാം. നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ 7 പീരിയഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 7 പീരിയഡ്സ് എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് പീരിയഡിൽ ഹൈഡ്രജൻ, ദെൻ ലാസ്റ്റ് വരുന്ന ഹീലിയമാണ് വരുന്നത് അല്ലേ? സെക്കൻഡ് പീരിയഡിൽ വരുന്നത് ലീത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, അങ്ങനെയാണ് സെക്കൻഡ് പീരിയഡിൽ. തേർഡിൽ സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പോൾ ഇങ്ങനെയാണ് എലമെൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു പീരിയഡ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം അവരുടെ അറ്റോമിക് നമ്പറൊക്കെ ഇൻക്രീസ് ചെയ്യാണ് ഒരു പീരിയഡിൽ അല്ലേ? ഇൻക്രീസിങ് ബൈ 1 ആണ്. അറ്റോമിക് നമ്പറൊക്കെ ഓരോ യൂണിറ്റ് വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് പീരിയഡിൽ ഉള്ള 2 എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 1 and 2. സെക്കൻഡ് പീരിയഡിലുള്ളത് 3, 4, 5, 6, 7 അങ്ങനെയാണ് പോകുന്നത്. തേർഡ് പീരിയഡിൽ 11, 12, 13, 14, 15. അപ്പോൾ 1 യൂണിറ്റ് വെച്ചാണ് ഡിഫറൻസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഗ്രൂപ്പിൽ എടുത്ത് നോക്കിയാൽ അങ്ങനെയല്ല. ഗ്രൂപ്പിൽ 1, 3, 11, 19 അങ്ങനെ ഒരു ഇറഗുലർ ആയിട്ടാണ് ഗ്രൂപ്പിൽ പോകുന്നത് അറ്റോമിക് നമ്പർ. ബട്ട് പീരിയഡിൽ അറ്റോമിക് നമ്പേഴ്സ് ആർ ഇൻക്രീസിങ് ബൈ ദ യൂണിറ്റ് 1. ഈ പീരിയഡിൽ വരുന്ന വേറൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ അവരുടെ നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ ഒരു പീരിയഡ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് ഫോർത്ത് പീരിയഡ് നോക്കാം. ഫോർത്ത് പീരിയഡിലെ എലമെൻറ്റ്സ് ആയിട്ടുള്ള പൊട്ടാസ്യം, കാൽസ്യം, സ്കാൻഡിയം, ടൈറ്റേനിയം, വാൻറ്റേനിയം ഒക്കെ എടുത്ത് നോക്കിക്കാണെങ്കിൽ കാണാം അവരുടെ ഒക്കെ ഷെല്ലിൻ്റെ നമ്പർ നോക്കിക്കാണെങ്കിൽ സെയിം ആയിരിക്കും. സെക്കൻഡ് ഗ്രൂപ്പ് നോക്കൂ, ലീത്തിയം, ബെറീലിയം,
ബോറോൺ, കാർബൺ ഒക്കെ എടുത്ത് നോക്കിയാൽ അവരുടെയൊക്കെ ഷെൽ നമ്പർ സെയിം ആയിരിക്കും. ലീഥിയത്തിൽ എത്ര ഉള്ളത്? 2 ഷെൽസ് ആണുള്ളത് അല്ലേ. അതുപോലെ തന്നെ ബെറീലിയത്തിലും 2 ആണുള്ളത്. ബോറോണിൻ്റെ കേസിലും കാർബണിൻ്റെ കേസിലും ഒക്കെ 2 ഷെൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പീരിയഡ് എടുത്ത് നോക്കിയാൽ അക്രോസ് എ പീരിയഡ് ദ ഷെൽ നമ്പർ ഓഫ് ഷെൽസ് ആർ സെയിം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ചേഞ്ചസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പിൻ്റെ കേസിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ സെയിം അല്ലേ. ഡൗൺ ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ സെയിം. ബട്ട് പീരിയഡിൻ്റെ കേസിൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് അക്രോസ് ദ പീരിയഡ്. എന്ന് വെച്ചിട്ടാണെങ്കിൽ ലിഥിയത്തിൻ്റെ കേസിൽ എന്തായിരുന്നു? വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. ബെറീലിയത്തിൻ്റെ കേസിലോ 2 ആയി. ബോറോണിൻ്റെ കേസിൽ 3, കാർബണിൻ്റെ കേസിൽ 4. അങ്ങനെ വാലൻസ് ഇലക്ട്രോൺസ് ആർ ഇൻക്രീസിങ് ബൈ 1 യൂണിറ്റ്. ഇത്രയാണ് പീരിയഡ്സിൻ്റെ കേസിലുള്ളത്. അവരുടെ ഷെല്ലിൻ്റെ നമ്പർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അറ്റോമിക് നമ്പേഴ്സ് ആർ ഇൻക്രീസിങ് ബൈ 1 യൂണിറ്റ് അക്രോസ് ദ പീരിയഡ്. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ആർ ഇൻക്രീസിങ് അക്രോസ് ദി പീരിയഡ്. അപ്പോൾ ഇത്രയാണ് പീരിയഡ്സിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഒരു പീരിയഡിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവുമെന്ന് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് വെച്ചാൽ, ഒരു ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് വരെ കൊള്ളിക്കുക എന്നുള്ളതിന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ് 2n² എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2n⁻² എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഷെൽ KLMN എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഷെൽസ് ഉണ്ട്. ഫസ്റ്റ് ഷെല്ലാണ് K, L എന്ന് പറയുന്നത് സെക്കൻഡ് ഷെൽ, M എന്ന് പറയുന്നത് തേർഡ് ഷെൽ. ആ ഫസ്റ്റ് ഷെല്ലായിട്ടുള്ള Kയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് 2n⁻². അപ്പം 2 × n എന്നുള്ള വേരിയബിളിൻ്റെ സ്ഥാനത്ത് നമ്മൾ K ഫസ്റ്റ് ഷെൽ ആയതുകൊണ്ട് 1 എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ 2 × 1⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് ഫസ്റ്റ് ഷെല്ലിൽ കൊള്ളുക. ഇനി L ഷെല്ലിൻ്റെ കേസ് എടുത്ത് നോക്കാം. 2 × 2⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 8. L എന്നുള്ളത് സെക്കൻഡ് ഷെല്ലായതുകൊണ്ട് N എന്നുള്ളത് നമ്മൾ 2 കൊടുക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2n² വെച്ച് നോക്കിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 8 ആണ് കിട്ടുന്നത്. എന്ന് വെച്ചാൽ സെക്കൻഡ് ഷെല്ലിൽ 8 കൊള്ളും. ഇനി M ഷെല്ലിൽ എന്ന് വെച്ചാൽ തേർഡ് ഷെല്ലിൽ നോക്കിയാൽ 2 × 3⁻², ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്ന് വരും. എന്ന് വെച്ചാൽ തേർഡ് ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് വരെ കൊള്ളും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷനൊക്കെ എഴുതി വാലൻസി ഒക്കെ നോക്കുന്ന സമയത്ത് ഈ 2, 8, 8 എന്ന് വെച്ചിട്ടല്ലേ നോക്കുന്നതെന്ന്. ഇപ്പോൾ സോഡിയത്തിൻ്റെ കേസിലൊക്കെ നോക്കുകയാണെങ്കിൽ 11 ആണ് അവരുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 2, 8, 1 ആണ്. അപ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 1. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്തുന്നതെന്ന് പറഞ്ഞു. ഈ ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. ബട്ട് M ഷെല്ലിൽ എങ്ങനെ 18 വരുന്നു എന്നുള്ള ഒരു ഡൗട്ട് വരും. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, എപ്പോഴും ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ ഷെല്ലിൽ എന്ന് വെച്ചിട്ടാണെങ്കിൽ 8 ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഔട്ടർ ഷെല്ലിൽ 18 ഇലക്ട്രോൺസ് വരികയാണെന്ന് വെക്കുക. നിങ്ങൾ പഠിച്ചു ഫസ്റ്റ് ഷെല്ലിൽ 2, പിന്നത്തെ ഷെല്ലിൽ 8, M ഷെല്ലിൽ 18 ഇലക്ട്രോൺസിന് ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ പഠിച്ചു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 28 വരുന്ന നമ്മുടെ നിക്കൽ എന്ന് പറയുന്ന ഒരു ആറ്റം എടുക്കാം. ഈ നിക്കൽ എന്ന് പറയുന്ന ആറ്റത്തിൽ 28 ആണ് അവരുടെ അറ്റോമിക് നമ്പർ. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ ഈ പഠിച്ച KLM അനുസരിച്ച് എഴുതുകയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം നമ്മളിപ്പോൾ ഇങ്ങനെ സപ്പോസ് ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് ഷെല്ലിൽ 2, പിന്നത്തെ ഷെല്ലിൽ L ഷെല്ലിൽ 8, ദെൻ M ഷെല്ലിൽ 18. അങ്ങനെ എഴുതുകയാണെങ്കിൽ 2 + 8 + 18 28 കറക്റ്റാണ്. ബട്ട് നിങ്ങൾ അങ്ങനെ എഴുതരുത്. കാരണം എപ്പോഴും ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ ഷെല്ലിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 8 ഇലക്ട്രോൺസേ ഉണ്ടാവും. സോ നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 17, 1 ആണ് വരിക. 2, 8, 18 എഴുതരുത്. ബിക്കോസ് ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസേ പാടുള്ളൂ അല്ലേ. സോ 2, 8, 17, 1 എന്ന് എഴുതണം. ആ 1 എന്ന് പറയുന്നതാണ് ഇവരുടെ വാലൻസ് ഇലക്ട്രോൺ. ഇപ്പോൾ നമ്മൾ സൾഫറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2, 8, 6 ആണ് വരുന്നത്. അപ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പോൾ ഇനി ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി എത്ര മോർ ഇലക്ട്രോൺസ് കൂടി വേണം? അവർക്ക് 2 ഇലക്ട്രോൺസ് കൂടി വേണം. ബട്ട് നമ്മൾ ഇപ്പം പഠിച്ചിട്ടുള്ള ഈ KLMൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ബേസിസിലാണെങ്കിൽ അവരുടെ തേർഡ് ഷെല്ലിൽ എന്ന് വെച്ചാൽ നമ്മൾ 6 എന്ന് പറഞ്ഞ സ്ഥലത്ത് 18 ഇലക്ട്രോൺസ് വരെ അവർ കൊള്ളിക്കാമെന്നാണ് അല്ലേ.
അപ്പോൾ അത് നിങ്ങൾ ഈ സമയത്ത് നോക്കരുത്. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 ഇലക്ട്രോൺസ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാൻ എത്ര വേണം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് സബ്ഷെൽസ് ഒക്കെ ഫില്ല് ചെയ്ത് ഓരോന്ന് ഫില്ല് ചെയ്തിട്ട് അടുത്ത സബ്ഷെല്ലിലേക്ക് പോവുള്ളൂ. അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ചെയ്യുന്ന സമയത്ത് ഈ 8 എന്നുള്ള കൺസെപ്റ്റ് ഒക്ടറ്റ് 8 ആണെന്നുള്ള കൺസെപ്റ്റിൽ തന്നെ വേണം ചെയ്യാൻ. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാണെങ്കിൽ വാലൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അറിയേണ്ടത്. ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് വരണോ അതിനെ നമ്മൾ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഇനി ഈ വാലൻസി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പം ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസ് എടുത്ത് നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അവരുടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1 ആണ്. ബട്ട് ആ 1 കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്, എന്നിട്ട് ഹൈഡ്രജൻ്റെ കേസിൽ 2 വന്നാലാണ് കംപ്ലീറ്റ് ആവുക. ഈ കംപ്ലീറ്റ് ആവാൻ വേണ്ടി ഹൗ മെനി മോർ ഇലക്ട്രോൺസ് ആർ നീഡഡ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഈ ഹൈഡ്രജന് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 മോർ ഇലക്ട്രോൺ ആണ് വേണ്ടത്. ഈ 1 മോർ ഇലക്ട്രോണിനെയാണ് നമ്മൾ അവരുടെ വാലൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് ഇറ്റ്സ് വാലൻസ് ഇലക്ട്രോൺ. How many more electrons are needed or given or shared to complete its octet is its valency. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിഫറൻസ്. എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് വാലൻസ് ഇലക്ട്രോൺ. എത്ര ഇലക്ട്രോൺസ് കൂടി വേണം അല്ലെങ്കിൽ കൊടുത്താലാണ് അല്ലെങ്കിൽ ഷെയർ ചെയ്താലാണ് ഇവർ കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് വാലൻസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇനി കുറച്ച് സോഡിയത്തിൻ്റെ കേസ് എടുത്ത് നോക്കാം. ഈ സോഡിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 1 ആണ് അല്ലേ. അപ്പോൾ 2, 8, 1 ആകുമ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1 ആണ്. വാലൻസി എന്ന് പറയുന്നതോ? വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സോഡിയം കൊടുക്കുകയാണോ വാങ്ങുകയാണോ ഷെയർ ചെയ്യുകയാണോ ചെയ്യുന്നത്? ഈ സോഡിയം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ 1 ഇലക്ട്രോണിന് അവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ വാലൻസി എന്ന് പറയുന്നതും 1 തന്നെയാണ്. ഇനി നമുക്ക് വേറെ നോക്കാം. ഇനി നമുക്ക് ഓക്സിജൻ്റെ കേസ് എടുത്ത് നോക്കാം. ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 16 ഒരു എലമെൻ്റ് ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അപ്പം നമുക്ക് നോക്കാം അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരിക? 2, 6 ആണ് അല്ലേ. അപ്പോൾ അവരുടെ വാലൻസ് ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എത്രയാണ്? 6 ആണ്. ബട്ട് അവരുടെ വാലൻസി എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് കൂടി വാങ്ങിക്കണമെങ്കിൽ, ഓക്സിജൻ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലോ ആയതുകൊണ്ട് തന്നെ അവർ ഇലക്ട്രോൺസിനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. ദേ ആർ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ് ഫ്രം അതേഴ്സ്. സോ 2 മോർ ഇലക്ട്രോൺസിന് വാങ്ങിയാലാണ് അവരുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവില്ല. ഈ 6 എന്നുള്ളത് 8 ആവണമെങ്കിൽ 2 മോർ ഇലക്ട്രോൺസ് കൂടി കിട്ടും. അപ്പോൾ ഈ 2 മോർ ഇലക്ട്രോൺസ് അവർ എക്സ്ട്രാ വാങ്ങുന്ന ഈ 2 ഇലക്ട്രോൺസ് ആണ് അവരുടെ വാലൻസി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 6ഉം അവരുടെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നിങ്ങൾ സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞിട്ടാണെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസും വാലൻസിയും ഒരിക്കലും സെയിം ആവില്ല. ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ കേസിൽ ഇറ്റ് ഈസ് സെയിം ബിക്കോസ് വാലൻസ് ഇലക്ട്രോണും 1 ആണ്, വാലൻസിയും 1 ആണ്. ബട്ട് അതർ കേസിലൊന്നും ഇത് സെയിം ആവില്ല, ഇറ്റ് ഡിഫേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ എടുത്ത് നോക്കിയാൽ വാലൻസ് ഇലക്ട്രോൺ 1, വാലൻസി 1. സെക്കൻഡ് ഗ്രൂപ്പിൽ എടുത്ത് നോക്കിയാലോ വാലൻസ് ഇലക്ട്രോൺ 2, വാലൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 2. ഇനി നമുക്ക് അറ്റോമിക് സൈസ് നോക്കാം. അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വരെ എത്ര റേഡിയസ് ഉണ്ട് എന്നുള്ളതാണ് അവരുടെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സെൻറ്റർ ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എൻ ഐസൊലേറ്റഡ് ആറ്റം ഈസ് ഇറ്റ്സ് അറ്റോമിക് സൈസ്. ഓക്കെ, ഈ അറ്റോമിക് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് 37 പൈക്കോമീറ്റർ ആണ്. എന്ന് വെച്ചിട്ടാണെങ്കിൽ 10⁻⁻12 മീറ്റർ. ഓക്കെ, സോ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിഫറൻസ് വരുന്നുണ്ടോ, എത്ര റേഡിയസ് ഉണ്ടോ, അതിനെയാണ് നമ്മൾ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രൂപ്പിലും പീരിയഡ്സിലും അറ്റോമിക് സൈസസ് എങ്ങനെ വാരി ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. ഒരു പീരിയഡിൻ്റെ കേസിൽ നോക്കിക്കാണെങ്കിൽ കാണാം ഈ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം എന്ന് വെച്ചാൽ അക്രോസ് ദ പീരിയഡ് നോക്കുമ്പം ഈ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ വരെയുള്ള ഡിഫറൻസ് ആണല്ലേ, ഡിസ്റ്റൻസ് ആണല്ലേ ഈ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ബട്ട് നമ്മൾ പറഞ്ഞു പീരിയഡിൻ്റെ കേസിൽ ഈ ഷെല്ലിൻ്റെ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഒരു പീരിയഡിൽ ദർ ഷെൽ നമ്പർ ഈസ് സെയിം.
ഓക്കെ, നമ്പർ ഓഫ് ഷെൽസ് ആർ സെയിം. ഫസ്റ്റ് പീരിയഡ് എടുത്ത് നോക്കിയാൽ ആ പീരിയഡിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഒരു ഷെല്ലേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് പീരിയഡ് എടുത്ത് നോക്കിയാൽ 2 ഷെൽസേ ഉണ്ടാവുള്ളൂ. തേർഡ് പീരിയഡ് എടുത്ത് നോക്കിയാൽ 3 ഷെൽസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പീരിയഡിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ഷെൽസിൻ്റെ കാര്യത്തിൽ ഒരു ഡിഫറൻസ് വരുന്നില്ല. എല്ലാവർക്കും ഒരേ നമ്പർ ഓഫ് ഷെൽസ് ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ അക്രോസ് ദ പീരിയഡ് എന്തുകൊണ്ടാണ് അറ്റോമിക് റേഡിയസ് കുറയുന്നതെന്ന് വെച്ചിട്ടാണെങ്കിൽ ഈ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം അവരുടെ ന്യൂക്ലിയർ ചാർജ് കൂടും. എന്ന് വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഇലക്ട്രോൺസിനെ അവരുടെ അടുത്തേക്ക് വലിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കൂടി കൂടി വരും ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ. ഒരു പീരിയഡിൻ്റെ അക്രോസ് പോകുമ്പോൾ അവരുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് തന്നെ ദെയർ അബിലിറ്റി ടു അട്രാക്ട് ദി ഇലക്ട്രോൺസ് ടുവേർഡ്സ് ദി സെൻറ്റർ ഇൻക്രീസസ്. അപ്പോൾ എത്ര കൂടുതലായിട്ട് നമ്മൾ വലിച്ചു പിടിക്കുന്നോ അത്രയും നമ്മുടെ റേഡിയസ് കുറയും അല്ലേ. ലൂസാക്കിക്കാണെങ്കിൽ റേഡിയസ് കൂടും. എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ പിടിച്ചു വെക്കുന്നോ അത്രയും റേഡിയസ് നമ്മളത് കുറയും. അതുകൊണ്ടാണ് അവരുടെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നത് പീരിയഡിൽ. അപ്പോൾ നമ്മൾ ഒരു പീരിയഡ് എടുത്ത് നോക്കുമ്പോൾ അക്രോസ് ദ പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് വെൻ വി ആർ സീയിങ് ദി അറ്റോമിക് റേഡിയസ് ഈസ് ഡിക്രീസിങ് ദോ ദി നമ്പർ ഓഫ് ഷെൽസ് ആർ സെയിം all over the period. Across the period the number of shells are same, it remains same, but atomic radius is decreasing because the nuclear charge among the atom increases across the period. As a result, the ability to hold the electron closer to the nucleus increases, thus atomic size decreases. ഇനി ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലോ. ഒരു ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ കാരണം ഡൗൺ ദ ഗ്രൂപ്പ് വരുന്നതിനനുസരിച്ച് അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം ഹൈഡ്രജൻ, ലീത്തിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. അപ്പോൾ അവരുടെ ഇടയിൽ ഈ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യാൻ എന്താ കാരണം? അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ഇലക്ട്രോൺ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൗൺ ദ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ കൊടുത്ത് നോക്കിക്കാണെങ്കിൽ അപ് ടു ഡൗൺ വരുന്ന സമയത്ത് അവരുടെ നമ്പർ ഓഫ് ഷെൽസ് ആർ ഇൻക്രീസിങ്. എന്നുവെച്ചാൽ ഹൈഡ്രജനിൽ 1 ഷെൽ ഉള്ളെങ്കിൽ ലീത്യത്തിൽ 2 ഷെൽ, സോഡിയത്തിൽ 3 ഷെൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടി തന്നെ വരും. അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് കൂടും. അതുകൊണ്ട് തന്നെ അറ്റോമിക് സൈസ് ആർ ഇൻക്രീസിങ് ഡൗൺ ദ ഗ്രൂപ്പ്. അപ്പോൾ ഓവർ ദ പീരിയഡ് അറ്റോമിക് സൈസസ് ആർ ഡിക്രീസിങ്, ഡൗൺ ദ ഗ്രൂപ്പ് അറ്റോമിക് സൈസ് ഈസ് ഇൻക്രീസിങ് എന്ന് പറയാം. ഇനി അവരുടെ മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അവരുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് മെറ്റൽസ് ആണ് വരുന്നത്, റൈറ്റ് സൈഡിലായിട്ട് നോൺ മെറ്റൽസ് ആണ് വരുന്നത്. അവർ തമ്മിൽ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഗ്സാഗ് ലൈൻ ഉണ്ട്. ആ ലൈനിൻ്റെ അടുത്തായിട്ട് മെറ്റലോയിഡ്സ് വരുന്നുണ്ട് വിച്ച് ആർ ആക്ടിങ് ആസ് നെയ്തർ നോൺ മെറ്റൽ ഓർ എ മെറ്റൽ. ബോത്ത് മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ മെറ്റൽസിന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ദേ ആർ ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ. അവർക്കൊരു പോസിറ്റീവ് ചാർജ് വരികയാണ്. ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജാണ് അവർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോണിന് ലൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അക്രോസ് ദ പീരിയഡ് നോക്കുകയാണെങ്കിൽ അവരുടെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താ പറഞ്ഞത്? അവരുടെ ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ആ ഇലക്ട്രോൺസിനെ എങ്ങനെ പിടിച്ചു വെക്കാനുള്ള ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് അക്രോസ് ദ പീരിയഡ്. അതുകൊണ്ട് തന്നെ ആറ്റത്തിനും എലമെൻസിനൊക്കെ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ഒരു പീരിയഡിൽ നിന്ന് ഫസ്റ്റ് തൊട്ട് നമ്മൾ അക്രോസ് ദ പീരിയഡ് പോവുകയാണെങ്കിൽ പീരിയഡിലുള്ള ആറ്റംസിന് ഇലക്ട്രോണിനെ ഈ പിടിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് കൂടി വരികയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു പീരിയഡിൽ ഫസ്റ്റ് കാണുന്ന എലമെൻസിന് ആ ഇലക്ട്രോൺസിനെ പിടിക്കുന്നതിനേക്കാളും ശക്തിയിലായിരിക്കും, അതിനേക്കാളും ഫോഴ്സിലായിരിക്കും, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായിരിക്കും ആ പീരിയഡിൽ തന്നെ ലാസ്റ്റുള്ള എലമെൻസിന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കാണുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? അത് നമ്മുടെ മെറ്റൽസ് ആണ് അല്ലേ. അപ്പം ലാസ്റ്റ് കാണുന്നത് ഏതാണ്? നോൺ മെറ്റൽസും. അപ്പം നോൺ മെറ്റൽസിനാണ് മെറ്റൽസിനേക്കാളും ആ ഇലക്ട്രോൺസിനെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് മെറ്റൽസ് ആർ ലൂസിങ് ഇലക്ട്രോൺസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ ഗെയിനിങ് ഇലക്ട്രോൺ. നോൺ മെറ്റൽസിൻ്റെ അടുത്തുനിന്ന് ഒരു ഇലക്ട്രോണിന് പോകണമെന്ന് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം ദെയർ ഈസ് എ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ഉണ്ട് അവിടെ. അക്രോസ് ദ പീരിയഡ് പറയാം മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഡിക്രീസിങ് അക്രോസ് ദ പീരിയഡ് അല്ലേ. ഫസ്റ്റ് കാണുന്നത് മെറ്റൽ, പിന്നെ പതുക്കെ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞ് നോൺ മെറ്റൽ ആവുകയാണ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ അക്രോസ് ദ പീരിയഡ് ദ മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഡിക്രീസിങ്.
ഇനി നമുക്ക് ഗ്രൂപ്പ് നോക്കാം. ഡൗൺ ദ ഗ്രൂപ്പ് നമ്മൾ എന്താ പറഞ്ഞത്, അവരുടെ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ്. അതിൻ്റെ റീസൺ എന്തായിരുന്നു? ബിക്കോസ് ദെയർ നമ്പർ ഓഫ് ഷെൽസ് ആർ ഇൻക്രീസിങ്. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് താഴത്തേക്ക് പോകുന്നതിനനുസരിച്ച്, ഡൗൺ ദ ഗ്രൂപ്പ് പോകുന്നതിനനുസരിച്ച് ഹൈഡ്രജനിന്ന് ലിഥിയത്തിലേക്ക് വരുമ്പം, സോഡിയത്തിലേക്ക് വരുമ്പോഴൊക്കെ അവരുടെ ഇലക്ട്രോണിക് ഷെല്ലിന്, നമ്പർ ഓഫ് ഷെല്ലിന് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ന്യൂക്ലിയർ ചാർജ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ അറ്റോമിക് സൈസ് എന്ന് പറയുന്നത് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെറ്റൽസിന്, ഈ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടി വരും. കാരണം ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് ഇലക്ട്രോൺസിനെ പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെന്നാണ് അർത്ഥം. അങ്ങനെ ഡിക്രീസ് ചെയ്താൽ അതിനർത്ഥം അവരുടെ മെറ്റാലിക് ക്യാരക്ടർ കൂടിയെന്ന്. എളുപ്പത്തിൽ ഇലക്ട്രോൺസിനെ കളയാൻ പറ്റുമെങ്കിൽ അത്രയും സ്ട്രോങ് ആണ് ആ മെറ്റൽ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം അവരുടെ മെറ്റാലിക് ക്യാരക്ടർ, വി ക്യാൻ സേ ഡൗൺ ദ ഗ്രൂപ്പ് ദ മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഇൻക്രീസിങ്. സോ അക്രോസ് ദ പീരിയഡ് മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഡിക്രീസിങ് ആൻഡ് ഡൗൺ ദ ഗ്രൂപ്പ് മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഇൻക്രീസിങ്. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ദേ ആർ ബേസിക് ഇൻ നേച്ചർ. ഓക്കെ, ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആർ ബേസിക്. ആ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ് അവർ കാണിക്കുന്നത്. ഇനി നമുക്ക് നോൺ മെറ്റൽസിൻ്റെ കേസ് എടുത്താലോ. ഒരു പീരിയഡിൽ നമ്മൾ പറഞ്ഞു അവസാനമായിട്ടാണ്, എൻഡിലാണ് നോൺ മെറ്റൽസ് വരുന്നത് അല്ലേ. ഈ നോൺ മെറ്റൽസിൻ്റെ കേസിൽ അവർ ഇലക്ട്രോൺസിനെയൊക്കെ ഗെയിൻ ചെയ്തിട്ടാണ് അവർ ബോണ്ടിങ്ങിലൊക്കെ ഏർപ്പെടുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഇലക്ട്രോ നെഗറ്റീവ് ഇൻ നേച്ചർ. ദാറ്റ് മീൻസ് ദേ ആർ ഹാവിങ് ദ ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺസ്. അതിന് കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, മെറ്റലിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ആ ന്യൂക്ലിയർ ചാർജിൻ്റെ കേസൊക്കെ അങ്ങനെ വരുന്നതുകൊണ്ടാണ് മെറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ നോൺ മെറ്റൽ വരാനുള്ള കാരണം. അപ്പോൾ നോൺ മെറ്റലിൻ്റെ കേസിൽ നമുക്ക് പറയാം നോൺ മെറ്റാലിക് ക്യാരക്ടർ ഈസ് ഇൻക്രീസിങ് അക്രോസ് ദ പീരിയഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിക്രീസിങ് ഡൗൺ ദ ഗ്രൂപ്പ്. ഇനി ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് അസിഡിക് ആണ്. സോഡിയം ഓക്സൈഡ്, ലിഥിയം ഓക്സൈഡ്, ഈ പൊട്ടാസ്യം ഓക്സൈഡ്, ഇതൊക്കെയാണ് മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ബേസിക് ഇൻ നേച്ചർ. നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ്, അതുപോലെയുള്ള ഓക്സൈഡ്സ് ഒക്കെ, സൾഫർ ഡയോക്സൈഡ്, ഇതെന്നൊക്കെ പറയുന്നത് അസിഡിക് ഇൻ നേച്ചർ ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പീരിയോഡിക് ടേബിളിൽ നോക്കുമ്പം അവസാനമായിട്ട് നമുക്ക് കാണാം 18th ഗ്രൂപ്പിലുള്ള കുറച്ച് എലമെന്റ്സ് ശ്രദ്ധിച്ചാൽ കാണാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, ക്സിനോൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എലമെന്റ്സ് നമുക്ക് കാണാം, കുറച്ച് ആറ്റംസ് നമുക്ക് കാണാം. ഇവരുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവരെല്ലാവരും ഗ്യാസസ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും ഔട്ടർ ഷെൽ എന്ന് പറയുന്നത്, അവരുടെ ഒക്ടറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. എന്ന് വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് എപ്പോഴും ഉണ്ടാകും. നമ്മൾ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് എന്തിനാണ്? ആ ഒരു ഔട്ടർ ഷെൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഈ മെറ്റൽസ് ആണെങ്കിലും നോൺ മെറ്റൽസ് ആണെങ്കിലും ഒക്കെ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത് ബിക്കോസ് ഓഫ് ദ ടെൻഡൻസി ടു ഫിൽ ദെയർ ഔട്ടർ ഇലക്ട്രോൺ ടു 8 or outer shell to 8. But in this case, these gases are called noble gases. In the case of these gases, they already have 8 electron in its outer shell. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരു ഫർദർ കെമിക്കൽ റിയാക്ഷനിൽ പോവേണ്ട ആവശ്യം വരുന്നില്ല. സോ ദീസ് ഗ്യാസസ് ആർ ഇനേർട്ട് ഇൻ നേച്ചർ. നമ്മൾ പറയും ഇനേർട്ട് എന്ന് വെച്ചിട്ടാണെങ്കിൽ ദേ വോണ്ട് റിയാക്ട് വിത്ത് എനിത്തിങ്. ഓക്കെ, ദേ ആർ നോട്ട് അണ്ടർഗോയിങ് ഇൻ എനി സോർട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. നമ്മളിങ്ങനെ പറയുമല്ലോ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കൽ റിയാക്ഷൻ എന്നൊക്കെ. അപ്പോൾ അത് വേറൊരു വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ കണ്ടക്ടിങ് ദിസ് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ഓർഡർ ടു ഗെറ്റ് എ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ലൈക്ക് ദാറ്റ് ഓഫ് നോബിൾ ഗ്യാസസ്. ഈ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഈ എലമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളോടിപ്പോൾ ചോദിക്കുകയാണെന്ന് വെക്കുക, എങ്ങനെ ഈ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന കുറച്ച് എലമെൻറ്റ്സിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് മൊത്തം എഴുതിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരേ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നെയിം ലിസ്റ്റ് ഫ്യൂ മെറ്റൽസ് വിച്ച് ആർ ഹാവിങ് സെയിം കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ നെയിം ദം അക്കോർഡിംഗ് ടു ദ ഗ്രൂപ്പ്. ഓക്കെ, ഒന്നുകിൽ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഗ്രൂപ്പിലുള്ള എലമെൻറ്റ് എഴുതിക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും സെയിം കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കും. ഇനി നിങ്ങൾ വേറെ രീതിയിൽ ചോദിക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് സം മെറ്റൽസ് വിച്ച് ആർ ഹാവിങ് സെയിം നമ്പർ ഓഫ് ഷെൽസ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പീരിയഡിലുള്ള എലമെൻസിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു നിങ്ങൾ ലിസ്റ്റ് ആക്കിയിട്ട് ഈ ഗ്രൂപ്പ്സിൻ്റെ പ്രോപ്പർട്ടിയും പീരിയഡ്സിൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ ഗ്രൂപ്പ്സിലുള്ള വേരിയേഷൻ നമ്പർ ഓഫ് ഷെൽസിലും വാലൻസിയിലും അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടിയിലും അറ്റോമിക് നമ്പറിൽ അങ്ങനെ വരുന്ന വേരിയേഷൻസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് കമ്പയർ ചെയ്ത് കണ്ട് പഠിക്കുക. ആ സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ചോദിക്കുക. അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. സോ ടേക്ക് കെയർ. ബൈ.